അന്ന് വന്ന് റാഹേലത്തിന്റെ ബോണ്ടിന്റെ ഒക്കെ വെയിറ്റ് കുറഞ്ഞു തുടങ്ങിയല്ലേ? നിനക്ക് വേണമെങ്കിൽ തന്നാ മതി. എന്റെ ബോണ്ടെ വെച്ച് കുറ്റം പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. റഷീദേ, ചായയും ബോണ്ടയും കഴിക്കുന്നത് കൊള്ളാം. ഇതിന്റെ കാശ് ശരിയായിട്ട് തന്നില്ലെങ്കിൽ റാഹേലം വരെ വിധം മാറും. ഞാൻ ഭയങ്കര ടെൻഷനില്ല. എന്തേ? ചേച്ചിക്ക് അറിഞ്ഞൂടെ ഞാൻ എന്തെല്ലാം ജോലി ചെയ്ത് ജീവിച്ച മനുഷ്യനാണ് ഇല്ലേ? ബസ്സിലെ കിളി, കോളേജിലെ പിയൂണ്, വീട് തെറുപ്പ്, ലോട്ടറി ടിക്കറ്റ്. നിർത്ത് റഷീദേ, ഒന്ന് മറന്നു. ആ ബാർബർ ഷാപ്പിന്റെ കാര്യം. അല്ല അത് നമുക്ക് ശരിയാവൂല. പിന്നെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെയും ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെയും ഞാൻ ഉണ്ടാക്കിക്കണേ. ഞാൻ ഇന്ന് വരെ അവിടെ കുടുങ്ങിയ ചരിത്രം ഉണ്ടായില്ല. അന്യോന്യം ഉൽപീഡിതം ഉൽപാക്ഷ്യം സ്തനദ്വയം പാണ്ഡൂതര പ്രവൃതം. കുമാരസംഭവത്തിലെ പാർവതിയുടെ യൗവനത്തെ വർണ്ണിക്കുന്ന രംഗമാണ് ഈ ശ്ലോകം. പാർവതിയെ ആപാദചൂടം വർണ്ണിക്കുന്നതിനിടയിൽ നമ്മുടെ കാളിദാസൻ അവളുടെ സ്തനദ്വയങ്ങളെ കുറിച്ച് അതിമനോഹരമായി വർണ്ണിക്കുന്ന രംഗമാണ് ഈ ശ്ലോകം. മാഷേ, അവിടേക്കാണോ പഠിപ്പിക്കുന്നത് അതെ ഇവിടേക്കോ? ഇവിടേക്ക് പഠിപ്പിച്ചിട്ട് കാര്യം അറിഞ്ഞുകൊണ്ടാണല്ലോ അവിടേക്ക് പഠിപ്പിച്ചത്, അല്ലേ സുമി? For the purpose of accounting, accounts are classified into 3: personal account, real account, and normal account. The rule of personal account is debit the receiver and credit the giver. The rule of real account is Get out. Sir. Useless. Get out. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം എന്റെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി, അല്ലാത്തവർക്ക് പോകാം. ഹിറ്റ്ലർ സാറേ, ഞാൻ പോയി ഒരു ചേർത്ത് വലിച്ചിട്ട് വരാം. Silence. Accounts are classified into 3. Name them. Ashok. Personal account, real account, and normal account. Sit down. The rule of personal account. You. എഴുന്നേക്കടാ. എടാ പോടാന്നുള്ള വിളിയൊക്കെ സൂക്ഷിച്ചു വേണം. എഴുന്നേക്കടാ. നിന്നെയൊക്കെ നിലയ്ക്ക് നിർത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇറങ്ങാ പുറത്ത്. തന്നെ ഞാൻ കാണിച്ചാണോ? മാഷേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ടീച്ചറെ, ആളൊരു മൊരടനാണെന്ന്. ടീച്ചർ എന്താണ് ഇതൊരു സൈഡ് ബിസിനസ്. പിള്ളേർക്ക് ഇതൊരു കാര്യമാണേ. ഏതായാലും ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ പിന്നെ പുറത്തു പോകണ്ട. ഞാനിത് വെറുതെ ഉണ്ടാക്കി കൊടുത്താൽ ആ സമയം കൊണ്ട് ഒരു 4 ലക്ഷം കൂടുതൽ പഠിക്കാലോ. ആ മാഷക്ക് എന്ത് വേണം? ബീഡി വേണോ സിഗരറ്റ് വേണോ? മേലാൽ ഈ സാധനമായി നിന്നെ ഈ കോമ്പൗണ്ടിനകത്ത് കണ്ടുപോയാൽ അടിച്ച് നിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും. എനിക്കിത് കിട്ടണം. മാഷിന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്താവുമല്ലേ? കല്യാണം കഴിച്ചാണോ? എന്താ, ഇല്ലെങ്കിൽ ആലോചിക്കാനാണോ? വിനാശകാലേ വിപരീത ബുദ്ധി. മാഷ ഹമീദിനെ തല്ലിയില്ലേ? ഇങ്ങനെ കുട്ടികളെ തല്ലുന്നത് ശരിയാണോ മാഷേ? ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്നറിയില്ല. നിങ്ങൾ അങ്ങോട്ട് പോണ്ട. ജനങ്ങൾ ആകെ ഇറങ്ങിയിരിക്കുക. അവരെ കൈ കിട്ടാലേ പിച്ചാത്തി പിടിക്ക് പോലും ഒരു കഷ്ടം എല്ലിട്ടൂല. നിങ്ങൾ ഞാൻ പറഞ്ഞ കേക്കി നിങ്ങൾ തൽക്കാലം ഒതുക്കിയത് മാഷേ. എന്താ മാഷ പുറത്തിറങ്ങി വേറാണെന്താ? എവറാ പ്രിൻസിപ്പൾ? ഇറക്കി വരാ അവനെ. അനന്ത തെമ്മാടി, ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അമ്മയെ കണ്ട് മരിക്കൂല. അനന്തൻ നീതി പാലിക്ക. എന്താണ് പ്രശ്നം? പ്രശ്നം ഞങ്ങൾ പറഞ്ഞുതരാം. തന്തയ്ക്ക് പറഞ്ഞോളെ പുറകെ വേണം പുറത്ത്.
നീ ഹമീദിനെ തല്ലുവരടാ. അടിച്ചതിന്റെ പല്ല് ഞങ്ങൾ ഒഴിക്കും. ഒന്നുകൂടെ വിട്ടു പ്രിൻസിപ്പാളെ ഞാൻ അയച്ചു വിടും. കാര്യത്തിന് പോകണ്ട റഷീദേ. അടിയെടാ ഹമീദെ അവനെ. കൊടുക്കടാ അവനെ. കൊടുക്കടാ അവനെ. കൊടുക്കടാ അവനെ. ചെറ്റേ, ഞാനും കുറെ രാഷ്ട്രീയം കണ്ടവനും കളിച്ചവനുമാ. നിന്റെ നാറിയ രാഷ്ട്രീയം കൊണ്ട് ഇതിനകത്ത് കയറി കളിക്കാൻ വന്നാലുണ്ടല്ലോ, നിന്നേക്കാ വലിയ ചെറ്റയാണ്ട ഞാൻ. നീ എന്നെ തല്ലിയല്ലേ? പാർട്ടി ഇത് കണ്ടോണ്ടിരിക്കില്ല. പ്രിൻസിപ്പളെ, ഇവന്റെ ശവം നാട്ടിലേക്ക് അയക്കാൻ നീ ശവപ്പെട്ടി തീർത്തോ? ഹമീദെ എന്നാ തോർത്തുണ്ട്, അല്ലാതെ ഇവിടെ ഇരിക്കട്ടെ. അല്പേ നിന്റെ ശവപ്പെട്ടി നീ തന്നെ തോർത്തു, അതിന് കാശ് ഞാൻ കൊടുത്തേക്കാം. സനാതന അല്ല പ്രിൻസിപ്പാളെ. പാവം നാട്ടുകാർ കയ്യച്ചാണ്. അതേടാ, ഒന്ന് അഴിക്കാൻ പറഞ്ഞിട്ട് മാഷ നന്നായി സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പിന്തുണ എപ്പോഴും മാഷിനുണ്ടായിരിക്കും. ചേച്ചി, ഇന്ന് കോളേജിൽ ഭയങ്കര വഴക്കായിരുന്നു. വഴക്കോ? ആ, പുതിയതായി ഒരു മാഷ് വന്നിട്ടുണ്ട്, പേര് അനന്തൻ. ക്ലാസ്സിലിരുന്ന ഹമീദ് എന്നൊരു കുട്ടി തോന്നിയാസം കാട്ടി. മാഷ് പിടിച്ചടിച്ചു. പിന്നെ ഒരു ബഹളം തന്നെയായിരുന്നു. എന്നിട്ട് പക്ഷെ മാഷിന്റെ മുമ്പില് എല്ലാ കുട്ടികളും മുട്ടുകുത്തിപ്പോയി. അത്രയ്ക്ക് ഭയങ്കരനാണോ നിന്റെ മാഷ്? ആളെ കണ്ട പേടിയൊന്നും, പക്ഷെ എനിക്കിഷ്ടായി. അലൻസ് തെറ്റിക്കരുത്. വാസു നല്ലോണം പിടിച്ചോളാം. ആ നല്ല സ്ഥലം അല്ലേ? ആ മുന്തിയ സ്ഥല. ഞങ്ങൾ കൊടൈക്കനാലിലേക്കാ വേണം. നീ നല്ല പിടിച്ചാ മതി കേട്ടോ. പിടി നല്ല തലടിച്ച് നശിപ്പിച്ച്. ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട് ബാലൻസ് തെറ്റിക്കരുത്, ബാലൻസ് തെറ്റിക്കരുതെന്ന്. ചിരിക്കല്ല, ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായി. എനിക്ക് പറഞ്ഞ പോലെ മനസ്സിലായെന്ന്. മനസ്സിലായി. എന്തെന്ന്? നമ്മള് ബാലൻ സാറിന്റെ വീട്ടിൽ പോവാണെന്നല്ലേ പറഞ്ഞത്? മനുഷ്യനിങ്ങനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? നമ്മള് ബാലൻ സാറിന്റെ വീട്ടിലേക്കല്ല പോണത്, അനന്തൻ സാറിന്റെ വീട്ടിലേക്കാ. അനന്തൻ സാറിന്റെ വീട്ടിലേക്കാണ് പോണേന്ന്. പതുക്കെ പറഞ്ഞ പോരെ. നമ്മൾ അനന്ത സാറിന്റെ വീട്ടിൽ പോയല്ലേ, അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. ഗുഡ് മോർണിംഗ് സാർ. ഇത് മിസ്റ്റർ വാസു. അതിന് ഞാനെന്ത് വേണം? സാറ് പറഞ്ഞിരുന്നല്ലോ ഒരു സർവൻ കം ഹൗസ് കീപ്പർ വേണമെന്ന്. കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ അവന്. അതെ സാർ. സാർ ഒറ്റ മിനിറ്റ് ഇങ്ങോട്ട് വാ. നീ എന്തിട്ട് അതേന്ന് പറഞ്ഞേ? എന്നെ കണ്ടാൽ നല്ല ലക്ഷണം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. ഇല്ലേ? എടോ, കഴിയുന്നതും വേഗം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ലൈഫ് സ്പോയിലായി പോകും. ലൈഫ് ബൈ സോപ്പാ? ചന്ദ്രിക സോപ്പ്. എത്ര എണ്ണം? ഇങ്ങോട്ട് പറ. ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നേ. ആ, തനിക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയോ? അതിനെ വരുന്ന വഴിക്ക് സൈക്കിൾ ചോറും കറി അസലായിട്ട് ഉണ്ടാക്കൂ. ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു? 25 വയസ്സ്. മിലിറ്ററി ക്യാൻറ്റീനിലായിരുന്നു. പറയുമ്പോ ഒക്കെ പറയണല്ലോ. ആള് കൊള്ളാവുന്നവനാണ്, അവിവാഹിതനാണ്, വിശ്വസിക്കാം. പിന്നെ ഒരു ചെറിയ കുറ്റം, ഒരു മൈനസ് മിസ്റ്റേക്ക്. എന്താ വെച്ചാൽ ചെവിട് ലേശം പതുക്കെ കേൾക്കൂ. അത് ഈ മിലിറ്ററിയിലാണ് സമയത്തെ ഈ ബോംബും വെടിയലും കൂടി മാറി 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 പൊട്ടി ഒച്ച കേട്ടിട്ട് ഇത് പോയിപ്പോയതാ. അത് ചിലർക്കൊക്കെ ഉണ്ടാവും, എപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോ. അല്ലേ? ഒന്നുമില്ല, നീ പോയി ചായ ഉണ്ടാക്ക്. അപ്പൊ ജോലി ഉറച്ചാ? നീ പോയി ചായ ഉണ്ടാക്ക്. ആള് പാവാണ്. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. മോങ്ങാതെ കുട്ടി, മോങ്ങാതെ. കൃത്യമായി ഫീസ് തരുന്നവർക്ക് ഇനി സനാതന കോളേജിൽ പ്രവേശനമുള്ളൂ. ഇത് എന്തത് പിള്ളേരിയ? അന്ന് മാഷ് അമ്മയടുത്ത് പറഞ്ഞില്ലേ കിട്ടുമ്പോ തന്നാ മതിന്ന്? അയ്യോ, അതന്ന് അന്ന് ക്ലാസ് കുട്ടികളില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കയ്യും കാലൊക്കെ പിടിച്ച് എങ്ങനെയോ ദൈവസഹായം കൊണ്ട് ഞാനൊരു വിധത്തിലത് ഒപ്പിച്ചെടുത്ത്. അന്നത്തെ കോളേജാണോ ഇന്ന്? അന്റെ മാഷ് വന്നതിന് ശേഷം കുട്ടികൾ ഡബിൾ ഫീസ് ആയിട്ട് ഇങ്ങനെ ക്യൂ നോക്കുക ഈ സനാതനത്തിലോട്ടൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കയറാൻ. സർ, ഒരാഴ്ചത്തെ അവധി. നോ നോ നോ. ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാ. അതുപോലെ തന്നെ ഫീസിന്റെ കാര്യത്തിൽ ഡബിൾ സ്ട്രിക്റ്റാ. അതെന്റെ ജന്മ സ്വഭാവ. നിങ്ങൾക്കിപ്പോ ഇത്, എനിക്ക് അതല്ല തലവേദന. പല മന്ത്രിമാരും റെക്കമെൻഡേഷന് വേണ്ടി ഫോൺ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യുന്നേ? എന്താ രാധ എന്തിനാ കരയുന്നത്? മാഷ എന്നെ പറ. ഈ കുട്ടി 3 മാസമായി ഇവിടെ ഫീസ് തന്നിട്ട്. അല്ല, ഞാൻ അറിയിച്ച് ചോദിക്കാണ്, ഈ കുട്ടിക്ക് എന്താ ഈ സ്ഥാപനത്തിൽ ഷെയർ ഉണ്ടോ? മാസം നിങ്ങൾക്ക് ഞാൻ എണ്ണി തരണ്ടേ ശമ്പളം?
എന്താ ഫീസ് കൊടുക്കാത്തത്? ഇതെന്താ ധർമ്മസ്ഥാപനം വല്ലതും ആണോ? അത് വേണ്ടി അദ്ദേഹത്തിന് ഒന്നും കൂടി ചോദിക്കും ഞാൻ അവിടെ ഉണ്ട്. സർ, വീട്ടിലെ കാര്യം വളരെ കഷ്ടമാണ്. അമ്മയ്ക്കിപ്പോ കമ്പനി പണിയില്ല. അച്ഛൻ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി. സാർ, ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയാണ് രാധ. ഓ, ഞാനതിന് എതിരൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഫീസ് തരുന്നില്ലല്ലോ. രാധയുടെ ഫീസ് എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. കുട്ടി ക്ലാസ്സിൽ പോ. മാഷേ ഇത് വേണം. സാറിന് ഇപ്പൊ എന്താ വേണ്ടേ? അയ്യോ, എനിക്കൊന്നും വേണ്ട. ഫീസ് വേണ്ടേ? അത് വേണം.